ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മദ്യനയ അഴിമതി കേസ് കേജ്രിവാളിന് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. താനൂർ കസ്റ്റഡി കൊല സുജിത് ദാസിനെ വീണ്ടും ചോദ്യം ചെയ്ത് CBI. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച പ്രത്യേക സംഘം. ഗാസ സ്കൂളിൽ ആക്രമണം, UN ജീവനക്കാരടക്കം 18 പേർ മരിച്ചു. യുക്രൈൻ സംഘർഷത്തിൽ പരിഹാരം തേടി ഇന്ത്യ, പുടിനുമായി കൂടിക്കാഴ്ച നടത്തി അജിത് ഡോവൽ. വാർത്തകൾ വിശദമായി. മദ്യനയവുമായി ബന്ധപ്പെട്ട് CBI രജിസ്റ്റർ ചെയ്ത അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം. സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് 5 മാസമായി ജയിലിൽ കഴിയുന്ന കേജ്രിവാളിന്റെ അപേക്ഷയിൽ വിധി പറഞ്ഞത്. ജാമ്യത്തിനായി ആദ്യം വിചാരണ കോടതിയെ സമീപിക്കാത്ത കേജ്രിവാളിന്റെ നടപടിയെ CBI എതിർത്തിരുന്നു. കേജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകാൻ ഓഗസ്റ്റ് 14 സുപ്രീം കോടതി വിസമ്മതിച്ചിരുന്നു. CBIയിൽ നിന്ന് വിശദീകരണവും കോടതി ചോദിച്ചിരുന്നു. 5.5 മാസത്തിനു ശേഷമാണ് കേജ്രിവാൾ ജയിൽ മോചിതനാകുന്നത്. സത്യം ജയിച്ചെന്ന് AAP പാർട്ടി പ്രതികരിച്ചു. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ഉജ്ജൽ ബുയൻ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ് കേജ്രിവാളിന് ജാമ്യം ലഭിച്ചത്. അനന്തകാലം ജയിലിലിടുന്നത് ശരിയല്ലെന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. മാർച്ച് 21 സംഭവത്തിൽ ആദ്യ അറസ്റ്റ് ഉണ്ടായത്. അന്ന് ED ആണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് സുപ്രീം കോടതിയിൽ നിന്ന് 21 ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം ലഭിച്ചു. കേജ്രിവാളിന് ജാമ്യം നൽകരുതെന്ന് EDയുടെ വാദത്തിനേറ്റ തിരിച്ചടിയായിരുന്നു കോടതി വിധി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മെയ് 10 സുപ്രീം കോടതി കേജ്രിവാളിന് 21 ദിവസ ജാമ്യം അനുവദിച്ചത്. ജാമ്യ കാലാവധി അവസാനിച്ച് അദ്ദേഹം ജൂൺ 2 ജയിലിലേക്ക് മടങ്ങിയിരുന്നു. ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോടതി നടപടി. ജൂൺ 26 കേജ്രിവാളിനെ ED കസ്റ്റഡിയിലിരിക്കെ CBI അറസ്റ്റ് ചെയ്തത്. ED കേസിൽ സുപ്രീം കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. മദ്യനയ കേസിൽ നേരത്തെ അറസ്റ്റിലായ മനീഷ് സിസോദിയയ്ക്കും K കവിതയ്ക്കും കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഇന്നലെ അന്തരിച്ച CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച മതസാമൂഹിക രാഷ്ട്രീയ നേതാക്കൾ. ദിവസങ്ങളായി ന്യൂമോണിയ ബാധിതനായി ചികിത്സയിലായിരിക്കുകയായിരുന്നു യെച്ചൂരി. 2015 ഏപ്രിൽ മാസത്തിൽ CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി നിയോഗിതനായ യെച്ചൂരി ഏറ്റവും ഒടുവിൽ 2022 ഏപ്രിലിൽ കണ്ണൂരിൽ വെച്ച് നടന്ന 23ാം പാർട്ടി കോൺഗ്രസിൽ 3ാം വട്ടവും ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. CPMന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളന കാലയളവിലാണ് സീതാറാം യെച്ചൂരി വിടവാങ്ങിയിരിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രം, ചരിത്രം, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്നിവയിൽ വലിയ അവഗാഹമുള്ള നേതാവായാണ് സീതാറാം യെച്ചൂരി പരിഗണിക്കപ്പെടുന്നത്. 1974 സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിൽ ചേർന്ന യെച്ചൂരി തൊട്ടടുത്ത വർഷം CPM അംഗമായി. 1 വർഷത്തിനു ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ ചേർന്നു. 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സീതാറാം അറസ്റ്റിലായിരുന്നു. പിന്നീടുള്ള 6 മാസം ഒളിവിലായിരുന്നു യെച്ചൂരിയുടെ പ്രവർത്തനം. ഇതോടെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായും യെച്ചൂരി മാറി. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റായിരുന്ന യെച്ചൂരി JNUവിനെ SFIയുടെ സ്വാധീന കേന്ദ്രമാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 1978 SFI ദേശീയ ജോയിന്റ് സെക്രട്ടറിയായ അദ്ദേഹം പിന്നീട് ദേശീയ പ്രസിഡന്റ് പദവിയും വഹിച്ചു. 1984 33ാമത്തെ വയസ്സിൽ യെച്ചൂരി CPMന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1985 പാർട്ടി ഭരണഘടന ഭേദഗതി ചെയ്ത് CPIM രൂപീകരിച്ച 5-അംഗ സെൻട്രൽ സെക്രട്ടേറിയറ്റിലും യെച്ചൂരി അംഗമായി. പിന്നീട് EMSും ഹർകിഷൻ സിംഗ് സുർജിത്തും പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ഘട്ടത്തിൽ CPIMന്റെ പ്രധാനപ്പെട്ട സൈദ്ധാന്തിക മുഖമായി മാറാൻ യെച്ചൂരിക്ക് സാധിച്ചു. 1992 14ാം പാർട്ടി കോൺഗ്രസിൽ യെച്ചൂരി CPIMന്റെ പരമോന്നത സമിതിയായ പൊളിറ്റിക് ബ്യൂറോയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതം 50% വർദ്ധിപ്പിക്കണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. 16ാം ധനകാര്യ കമ്മീഷനു മുന്നിൽ സംസ്ഥാനങ്ങൾ ഉന്നയിക്കേണ്ട ആവശ്യങ്ങൾ ചർച്ച ചെയ്യുവാൻ 5 സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെ ഉൾപ്പെടുത്തി കേരള സർക്കാർ സംഘടിപ്പിച്ച കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നികുതി വിഹിതം വിതരണം ചെയ്യുന്ന ഘട്ടത്തിൽ സംസ്ഥാന താൽപര്യം പരിഗണിക്കാൻ ധനകാര്യ കമ്മീഷൻ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആഗോള ഓഹരി വരുമാനം കുറവും ജനസംഖ്യ കൂടുതലുമുള്ള സംസ്ഥാനങ്ങളെയും ജനസംഖ്യാ നിയന്ത്രണ നയങ്ങൾ പാലിക്കുന്ന കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളെയും ഒരുപോലെ പരിഗണിക്കാനുള്ള നടപടി ഉണ്ടാകണം. 2ാമത്തെ വിഭാഗത്തിൽപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ കുറവ് നികുതി വിഹിതമാണ് കിട്ടുന്നത്. 11ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ലഭിച്ച നികുതി വിഹിതം 3.05% എന്നാൽ ഇപ്പോൾ 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കേരളത്തിന് ലഭിക്കുന്നത് വെറും 1.92% മാത്രമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന് ജനസംഖ്യാനുപാതികമായ നികുതി വിഹിതം പോലും നിഷേധിക്കുകയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ വലിയ നേട്ടങ്ങൾ ലക്ഷ്യമിടുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന ബന്ധം സംബന്ധിച്ച് ഫെഡറൽ നയങ്ങൾ വലിയ വെല്ലുവിളി നേരിടുന്ന സമയത്താണ്
കോൺക്ലേവ് നടത്തുന്നതെന്നും പല സംസ്ഥാനങ്ങളിലും ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ നിയമപോരാട്ടം നടത്തേണ്ട നിലയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ അഴിച്ചുപണിയേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താനുള്ള വേദികളിൽ പ്രധാനമാണ് ധനകാര്യ കമ്മീഷൻ എന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. രാജ്യത്തെ പൊതുചെലവിന്റെ 62.4% സംസ്ഥാനങ്ങൾ വഹിക്കേണ്ടി വരുമ്പോൾ വരുമാനത്തിന്റെ 37.3% മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് സംസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടം വരുത്തുന്നു. സംസ്ഥാനങ്ങളുടെ യോജിച്ച നിലപാട് ഈ ഘട്ടത്തിൽ അനിവാര്യമാണ്. ആശയരൂപീകരണമാണ് സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും ധനമന്ത്രി പറഞ്ഞു. ജൂനിയർ ഡോക്ടർമാരുടെ പ്രതിഷേധത്തിനിടെ രാജ്യസന്നദ്ധ അറിയിച്ച പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉന്നത പദവിയിൽ മതിമറന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് രാജിവെക്കുവാൻ തയ്യാറാണെന്നും മമത പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ ജൂനിയർ ഡോക്ടർമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ ഡോക്ടർമാർ പങ്കെടുക്കാതിരുന്നതിന് പിന്നാലെയാണ് മമതയുടെ പ്രതികരണം. ജൂനിയർ ഡോക്ടർമാരുമായി കൂടിക്കാഴ്ചയ്ക്ക് 2 മണിക്കൂറോളം കാത്തുനിന്നതിന് പിന്നാലെയാണ് ബംഗാൾ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ഇങ്ങനെ പ്രതികരിച്ചത്. കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്ന ജൂനിയർ ഡോക്ടർമാരോട് മമത രൂക്ഷമായി പ്രതികരിച്ചു. ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്. ആർജിക്കർ ആശുപത്രിയിൽ കൊല ചെയ്യപ്പെട്ട ഡോക്ടർക്ക് നീതി ലഭിക്കുക തന്നെയാണ് എന്റെയും ആവശ്യമെന്നും മമത പറഞ്ഞു. കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന ഡോക്ടർമാരുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചെങ്കിലും തത്സമയ സംപ്രേഷണം വേണമെന്ന ആവശ്യം നിരാകരിച്ചു. 15-ൽ കൂടുതൽ ആളുകൾ ചർച്ചയിൽ പങ്കെടുക്കരുതെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. 2 മണിക്കൂറോളം കൂടിക്കാഴ്ചയ്ക്കായി കാത്തുനിന്നു. പക്ഷേ അവർ സ്ഥലത്തെത്തിയില്ല. ആർജിക്കർ ആശുപത്രിയിലെ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ് കോടതിയുടെ പരിഗണനയിലാണ്. അതിനാൽ ഡോക്ടർമാർ ആവശ്യപ്പെട്ടതുപോലെ തത്സമയം സംപ്രേഷണം ചെയ്യാനാവില്ലെന്നും മമത പറഞ്ഞു. അതേസമയം പ്രതിഷേധം തണുപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ കൂടി ഭാഗമായി ബലാത്സംഗ കേസ് പ്രതികൾക്ക് വേഗത്തിൽ ശിക്ഷ ഉറപ്പാക്കാനുള്ള നിയമ ഭേദഗതി നേരത്തെ ബംഗാൾ സർക്കാർ പാസാക്കിയിരുന്നു. അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ 2024 സെപ്റ്റംബർ 3 നിയമസഭയിൽ അവതരിപ്പിച്ച് മമത സർക്കാർ പാസാക്കിയെടുത്തിരുന്നു. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചാണ് അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ 2024 പാസാക്കിയത്. ബലാത്സംഗ കേസ് പ്രതികൾക്ക് ജീവപര്യന്തം തടവു ശിക്ഷയും ഇര കൊല്ലപ്പെട്ടാൽ വധശിക്ഷയും ഉറപ്പാക്കുന്നതാണ് നിയമ ഭേദഗതി. ബിൽ പാസാക്കി ഗവർണർക്ക് അയച്ചു നൽകിയിട്ടുണ്ട്. ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ രാജ്ഭവന് മുന്നിൽ സമരമിരിക്കുമെന്നടക്കം മമത നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. താനൂർ കസ്റ്റഡി കൊലയിൽ മലപ്പുറം മുൻ SP സുജിത് ദാസിനെ വീണ്ടും ചോദ്യം ചെയ്ത് CBI. PV അൻവർ MLA ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ചോദ്യം ചെയ്യൽ. 2ാം തവണയാണ് CBI സംഘം സുജിത് ദാസിനെ വിളിച്ചു വരുത്തുന്നത്. PV അൻവറുമായി നടത്തിയ സംഭാഷണത്തിൽ വ്യക്തത വരുത്തുവാൻ വേണ്ടിയാണ് ചോദ്യം ചെയ്തത്. CBI തിരുവനന്തപുരം ക്രൈം യൂണിറ്റാണ് താനൂർ കസ്റ്റഡി കൊലപാതകം അന്വേഷിക്കുന്നത്. DYSP കുമാർ റോണക്കിന്റെ നേതൃത്വത്തിലാണ് സുജിത് ദാസിനെ വീണ്ടും ചോദ്യം ചെയ്തത്. നിലമ്പൂർ MLA PV അൻവർ ശബ്ദരേഖ പുറത്തുവിട്ടതിനെ തുടർന്ന് ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഗുരുതര ചട്ടലംഘനം എന്ന അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത്. സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് ശുപാർശ ചെയ്തിരുന്നു. മലപ്പുറം മുൻ SP ആയ സുജിത് ദാസ് ഗുരുതര ചട്ടലംഘനം നടത്തിയെന്നാണ് റിപ്പോർട്ട്. SP ക്യാമ്പ് ഓഫീസിലെ മരം മുറിച്ചു കടത്തിയെന്ന കേസിലെ പരാതി പിൻവലിച്ചാൽ ജീവിതകാലം മുഴുവൻ താൻ കടപ്പെട്ടിരിക്കുമെന്ന് MLA PV അൻവറിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതിന്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു. ഇത് വലിയ നാണക്കേടാണ് പോലീസ് സേനയ്ക്ക് ഉണ്ടാക്കിയത്. SP-യുടെ ക്യാമ്പ് ഹൗസിൽ നിന്ന് മരങ്ങൾ കടത്തിയെന്ന പരാതി പിൻവലിക്കാനാണ് സുജിത് ദാസ് PV അൻവർ MLA-യെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ ആവശ്യത്തിന് വ്യക്തമായ മറുപടി നൽകുകയോ ഉറപ്പ് നൽകുകയോ ചെയ്യാതിരിക്കുന്ന MLA MR അജിത് കുമാറിന്റെ ബന്ധങ്ങളെക്കുറിച്ച് തിരിച്ചു ചോദിക്കുന്നുണ്ട്. പരാതി MLA ഒന്ന് പിൻവലിച്ചു തരണമെന്നാണ് സുജിത് ദാസ് ആവശ്യപ്പെടുന്നത്. 25 വർഷത്തെ സർവീസ് ഉണ്ടെന്നും അത്രയും കാലം താൻ MLA-യോട് കടപ്പെട്ടിരിക്കുമെന്നും സുജിത് ദാസ് സംഭാഷണത്തിനിടെ പറഞ്ഞിരുന്നു. ഇത് വിവാദമായതോടെയായിരുന്നു നടപടി. നവംബർ 5 നടക്കാനിരുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കമലാ ഹാരിസിനെതിരായ മറ്റൊരു പ്രസിഡൻഷ്യൽ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ ദിവസം നടന്ന പ്രസിഡൻഷ്യൽ ചർച്ചയിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലാ ഹാരിസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇതിന് പിന്നാലെയാണ് ട്രംപ് ഇനിയൊരു ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് പ്രതികരിച്ചത്. ട്രംപിന്റെ കെണിയിൽ വീഴാതെയും ട്രംപിനെ കെണിയിൽ വീഴ്ത്തിയുമാണ് കമല മികച്ച പ്രകടനം പുറത്തെടുത്തത്. ABC ചാനലിന്റെ ആഭിമുഖ്യത്തിൽ ഫിലാഡൽഫിയയിൽ നടന്ന 1.5 മണിക്കൂർ സംവാദം ദശലക്ഷക്കണക്കിന് പേർ വീക്ഷിച്ചിരുന്നു. കമല 60% മുന്നിട്ടു നിന്നെന്ന് CNN ചാനൽ വിലയിരുത്തി. ന്യൂയോർക്ക് ടൈംസ്, വാഷിംഗ്ടൺ പോസ്റ്റ്, ദി ഗാർഡിയൻ ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങളും കമലയുടെ പ്രകടനത്തെ പ്രശംസിച്ചു. സംവാദത്തിനായി എത്തിയുടനെ കമല ഹാരിസ് ട്രംപിനെ അങ്ങോട്ട് പോയി അഭിവാദ്യം ചെയ്തു. ഒരു വിഷയത്തിൽ 2 മിനിറ്റ് വീതമാണ് ഇരുവർക്കും അനുവദിച്ചത്. സംസാരിക്കാൻ അനുവാദമില്ലാതായിരുന്നപ്പോൾ കമല തലയാട്ടി എതിർപ്പ് പ്രകടിപ്പിച്ചു. പതിവിന് വിരുദ്ധമായി മോഡറേറ്റർമാർ സംവാദത്തിൽ ഇടപെട്ടു.
സാമ്പത്തിക കാര്യങ്ങൾ, കുടിയേറ്റം എന്നിവയിൽ കമല ഹാരിസിനെ ട്രംപ് പ്രതിരോധത്തിലാക്കി. പ്രസിഡന്റ് ബൈഡന്റെ വീഴ്ചകൾക്ക് കമല ഹാരിസിനെ മറുപടി പറയേണ്ടി വന്നു. സാമ്പത്തിക മേഖലയിൽ പല കാര്യങ്ങളും ചെയ്യാനുണ്ടെന്ന് കമല പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അവ ഇതുവരെ ചെയ്തില്ലെന്ന ചോദ്യത്തിന് കമലയ്ക്ക് മറുപടി ഇല്ലായിരുന്നു. കുടിയേറ്റത്തിനെതിരെയുള്ള ജനരോഷം തിരിച്ചറിഞ്ഞ് ട്രംപ് അതിനെ ഊന്നൽ നൽകി. ജൂണിൽ നടന്ന ആദ്യ സംവാദത്തിൽ ജോ ബൈഡൻ ദയനീയമായി പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കമല ഹാരിസ് ഡെമോക്രാറ്റുകളുടെ സ്ഥാനാർത്ഥിയായത്. ഗാസയിലെ സ്കൂളിലുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പാലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ജീവനക്കാരടക്കം 18 പേർ കൊല്ലപ്പെട്ടു. നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ അൽജവുനി സ്കൂളിൽ ബുധനാഴ്ച 2 തവണ വ്യോമാക്രമണം ഉണ്ടായെന്ന് UN ഏജൻസി അറിയിച്ചു. യുദ്ധം മൂലം അഭയാർത്ഥികളായ 12,000 പാലസ്തീൻകാർ സ്കൂൾ വളപ്പിൽ അഭയം തേടിയിട്ടുണ്ട്. തീവ്രവാദികളെ ലക്ഷ്യമിട്ട് കൃത്യതയോടെയുള്ള ആക്രമണമാണ് നടത്തിയതെന്ന് ഇസ്രായേൽ വിശദീകരിച്ചു. ഗാസ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ UN ജീവനക്കാർ കൊല്ലപ്പെടുന്ന ആക്രമണമാണിത്. മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു. 5ാം തവണയാണ് ഇതേ സ്കൂൾ ആക്രമിക്കപ്പെടുന്നത്. സ്കൂളിൽ ഹമാസിന്റെ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നുവെന്നും തീവ്രവാദ ആക്രമണത്തിന് പദ്ധതിയിട്ടവരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും ജനനാശം ഉണ്ടാകാതിരിക്കാൻ നടപടികൾ എടുത്തിരുന്നുവെന്നും ഇസ്രായേൽ സേന പറഞ്ഞു. ആക്രമണത്തെ അപലപിക്കുന്നതായി UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അറിയിച്ചു. അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഗാസയിൽ നടക്കുന്നത്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിനെ കുറ്റപ്പെടുന്നത് UN അവസാനിപ്പിക്കണമെന്നും ഹമാസ് ഭീകരർ സ്ത്രീകളെയും കുട്ടികളെയും പരിചകളാക്കുകയാണെന്നും ഇസ്രായേലിന്റെ UN അംബാസിഡർ സാനി ഡാനിൻ മറുപടി നൽകി. അതിനിടെ ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ ഇസ്രായേൽ സൈനികൻ ജെറി ഗിഡിയാൻ ഹങ്കാൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ചെക്ക് പോസ്റ്റിലേക്ക് ട്രക്ക് ഇടിച്ചു കയറ്റിയുള്ള ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. മിസോറാമിൽ നിന്ന് 2020-ലാണ് ഇസ്രായേലിലേക്ക് കുടിയേറിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗിക വെളിപ്പെടുത്തലുകളിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച പ്രത്യേക സംഘം. കമ്മിറ്റിക്ക് മുന്നിൽ വെളിപ്പെടുത്തൽ നടത്തിയ നടിമാരുടെ മൊഴി രേഖപ്പെടുത്തും. AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രാഥമിക അന്വേഷണം നടത്തുന്നത്. കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സർക്കാർ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. റിപ്പോർട്ടിൽ SIT എന്തു നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി സർക്കാർ സത്യവാങ്മൂലം നൽകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത്. വിഷയം ഒക്ടോബർ 3-ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ഗുരുതര ആരോപണങ്ങളിൽ കേസെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ലൈംഗിക അതിക്രമം അടക്കമുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ച് കേസെടുത്ത് അന്വേഷിക്കണം എന്നാവശ്യപ്പെടുന്ന ഹർജികൾ പരിഗണിക്കവെയാണ് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. റിപ്പോർട്ടിൽ ശക്തമായ തുടർ നടപടി വേണമെന്ന് സർക്കാരിനെ അറിയിക്കാൻ അഡ്വക്കേറ്റ് ജനറൽ K. ഗോപാലകൃഷ്ണനോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നീക്കം. മൊഴി നൽകാൻ താൽപര്യം പ്രകടിപ്പിക്കാത്ത അഭിനേതാക്കളെ അന്വേഷണ സംഘം നേരിട്ട് കാണും. അതിജീവിതമാർക്ക് കേസുമായി മുന്നോട്ടു പോകാൻ താൽപര്യമുണ്ടെങ്കിലേ FIR രജിസ്റ്റർ ചെയ്യൂ. കോടതി നിർദ്ദേശിച്ചതെല്ലാം ചെയ്യുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. ഇൻഡിഗോ വിമാന കമ്പനിയെ ബഹിഷ്കരിക്കുന്നത് അവസാനിപ്പിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ അവസാനമായി കാണാനാണ് 2 വർഷത്തിനു ശേഷം EP ഇൻഡിഗോ വിമാനത്തിൽ കയറിയത്. ഇന്നലെ രാത്രി കരിപ്പൂരിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിലാണ് ജയരാജൻ ഡൽഹിയിലേക്ക് പോയത്. ഇപ്പോൾ സഖാവി സീതാറാം യെച്ചൂരി അന്തരിച്ചു. എനിക്ക് അതിനേക്കാളും വലുത് സഖാവ് സീതാറാം യെച്ചൂരിയാണ്. അദ്ദേഹം അന്തരിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ എങ്ങനെ ഇവിടെ എത്താം, അതാണ് എൻ്റെ ചിന്ത. അന്നത്തെ ഭൗതിക സാഹചര്യത്തിൽ ഞാനെടുത്ത നിലപാട് അന്ന് ശരിയായിരുന്നത്. ഇപ്പോൾ എൻ്റെ പ്രശ്നം, എൻ്റെ ഭൗതിക സാഹചര്യം സഖാവ് സീതാറാം യെച്ചൂരിയുടെ അടുത്ത് എത്തുക എന്നുള്ളതാണ്. അതിന് എൻ്റെ സമരം ഉപേക്ഷിക്കണം. ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന സഖാവ് സീതാറാം യെച്ചൂരിയുടെ ശവശരീരം, അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഒന്ന് കാണുക എന്നുള്ളതാണ്. ആ ദൗത്യം നിർവഹിക്കാൻ മറ്റേത് എൻ്റെ സമരത്തെയും പ്രതിജ്ഞയെയും ഞാൻ ലംഘിക്കുന്നു. ഇൻഡിഗോ വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ നിലത്തേക്ക് തള്ളിയിട്ട EP-ക്ക് 3 ആഴ്ചത്തേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഇൻഡിഗോ സർവീസ് EP ബഹിഷ്കരിച്ച് കണ്ണൂരിലേക്കുള്ള യാത്ര ട്രെയിനിലാക്കിയത്. 2022 ജൂൺ 13-നാണ് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ഇൻഡിഗോ വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധിച്ചത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളെ തുടർന്നാണ് 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ചത്. വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ശേഷമായിരുന്നു പ്രതിഷേധം. മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ടു നീങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ EP ജയരാജൻ സീറ്റുകൾക്കിടയിലേക്ക് തള്ളിയിട്ടു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ഇൻഡിഗോ അന്വേഷണം ആരംഭിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് 2 ആഴ്ചത്തേക്കും EP ജയരാജന് 3 ആഴ്ചത്തെ വിമാനയാത്ര വിലക്ക് ഏർപ്പെടുത്തി.
ഇതോടെ ഇൻഡിഗോ വിമാനത്തിലെ യാത്ര അവസാനിപ്പിക്കുന്നതായി ജയരാജൻ പ്രഖ്യാപിച്ചു. കണ്ണൂരിലേക്കും തിരിച്ച് തിരുവനന്തപുരത്തേക്കും ഇൻഡിഗോ ആയിരുന്നു അന്ന് പ്രധാനമായി സർവീസ് നടത്തിയിരുന്നത്. മറ്റ് വിമാനങ്ങളില്ലാത്തതിനാൽ ജയരാജന്റെ യാത്ര പിന്നീട് ട്രെയിനിലായി. ഇൻഡിഗോ അധികൃതർ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും തീരുമാനത്തിൽ നിന്ന് EP പിന്നോട്ടു പോയില്ല. മാസങ്ങൾക്കു ശേഷം എയർ ഇന്ത്യ തിരുവനന്തപുരം കണ്ണൂർ സർവീസ് ആരംഭിച്ചതോടെയാണ് വീണ്ടും ജയരാജൻ വിമാനത്തിൽ ഈ റൂട്ടിൽ സഞ്ചരിച്ചു തുടങ്ങിയത്. യുക്രൈനിലെ സംഘർഷത്തിന് പരിഹാരം തേടി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ സമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. അടുത്ത മാസം റഷ്യയിലെ കസാനിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമെന്നും അപ്പോൾ കൂടുതൽ ചർച്ച നടത്താമെന്നും പ്രതീക്ഷിക്കുന്നതായി പുടിൻ പറഞ്ഞു. 2.5 ആഴ്ച മുൻപ് മോദി യുക്രൈൻ സന്ദർശിച്ചിരുന്നു. അതിനും 6 ആഴ്ച മുൻപ് റഷ്യയും. ഇതേസമയം യുക്രൈനിൽ നിന്ന് ഈജിപ്തിലേക്ക് ഭക്ഷ്യധാന്യങ്ങളുമായി പോയ കപ്പലിന് നേരെ കരിങ്കടലിൽ വെച്ച് റഷ്യയുടെ ആക്രമണം ഉണ്ടായതായി യുക്രൈൻ ആരോപിച്ചു. ഭക്ഷ്യധാന്യ കപ്പലുകളെ ആക്രമിക്കില്ലെന്ന ധാരണ റഷ്യ ലംഘിച്ചതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. റഷ്യ പ്രതികരിച്ചിട്ടില്ല. റഷ്യ യുക്രൈൻ സംഘർഷത്തെക്കുറിച്ച് മോദിയും പുടിനും ഫോണിൽ സംസാരിച്ചെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംഘർഷം അവസാനിപ്പിക്കാനും സ്ഥിരവും സമാധാനപരവുമായ പരിഹാരം കാണാൻ പ്രായോഗികവുമായ ഇടപെടലിന്റെ പ്രാധാന്യം മോദി വ്യക്തമാക്കിയെന്നും PMO പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. റഷ്യ യുക്രൈൻ സംഘർഷം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഡോവലിന്റെ സന്ദർശനം. റഷ്യ നടത്തിയ വൻ വ്യോമാക്രമണത്തെ പ്രതിരോധിച്ചതായി യുക്രൈൻ അറിയിച്ചിരുന്നു. 67 ഡ്രോണുകളിൽ 58 എണ്ണം വെടിവെച്ചിട്ടെന്ന് അവകാശപ്പെട്ടു. കീവിൽ പാർലമെന്റ് മന്ദിരത്തിന് സമീപം ഡ്രോണുകളുടെ അവശിഷ്ടം കണ്ടെത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഏതാനും ദിവസം മുൻപ് യുക്രൈന്റെ പടിഞ്ഞാറൻ നഗരമായ ലിവിവിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ കനത്ത നാശം സംഭവിച്ചിരുന്നു. റഷ്യയുടെ വ്യോമാക്രമണത്തിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.